കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപി ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. രാവിലെ ഇഡിയുടെ കൊച്ചിയിൽ ഓഫീസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ അന്തിമ കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായാണ് ബാങ്കിൽ തട്ടിപ്പ് നടന്ന കാലയളവിൽ സിപിഎം ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ കെ രാധാകൃഷ്ണനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. സെക്രട്ടറിയായിരുന്ന എം വർഗീസിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കരുവന്നൂർ ബാങ്കുമായുള്ള സിപിഎമ്മിന്റെ ബന്ധം, സിപിഎം പാർട്ടി അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് മുൻ സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, പാർലമെന്റ് സമ്മേളനവും പാർട്ടി സമ്മേളനവും ഒക്കെ കാരണം അത് മാറ്റിവെച്ചതായിരുന്നു. ഇപ്പോഴാണ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുള്ളത്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? ശ്രീജ, 2 തവണ നോട്ടീസ് നൽകിയെങ്കിലും അത് അസൗകര്യങ്ങൾ പറഞ്ഞ്, പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനം, അതോടൊപ്പം തന്നെ പാർലമെന്റ് സെഷൻ നടക്കുന്നു, ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു. തുടർന്നാണ് ഏപ്രിൽ 7-ന് ശേഷമുള്ള ഒരു തീയതിയിൽ ഹാജരാകാം, അത് ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. 10 മണിക്ക് ശേഷം, എന്താണ് 10:30യോടുകൂടി അദ്ദേഹം ഇഡി ഓഫീസിൽ, കൊച്ചിയിലെ ഈ സോണൽ ഓഫീസിൽ ഹാജരാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കരുവന്നൂർ കേസിൽ ഇഡി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 2023 കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് വലിയ നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. അന്തിമ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്, അത് മാർച്ചിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് നീണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ കുറ്റപത്രം വൈകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണ് തുടർച്ചയായി നോട്ടീസുകൾ നൽകിയത്. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ഈ കേസിൽ ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ചോദ്യം ചെയ്യലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അന്തിമ കുറ്റപത്രം എന്നത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55 ആളുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 1-2 സിപിഎമ്മിൻ്റെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ മാത്രമാണ് പ്രതിപട്ടികയിലേക്ക് ഉണ്ടായിരുന്നത്. അന്തിമ കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ അത് നിർണായകമാകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ വിവാദം ഉയർന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അസ്തിത്വം എന്ന് പറയാവുന്നത്, ഇതിൽ അനർഹമായ രീതിയിൽ വായ്പ അനുവദിക്കാനായിട്ട് സിപിഎം നേതാക്കൾ ഒത്താശ ചെയ്തു, അവരുടെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഈ കാലയളവിൽ ഉണ്ടായിരുന്ന തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ ഏരിയ സെക്രട്ടറിമാർ തുടങ്ങിയവരുടെ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നതും അതിന് ആനുപാതികമായ രീതിയിൽ ഏതെങ്കിലും മൊഴി ലഭിച്ചിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ ഈ അന്തിമഘട്ട കുറ്റപത്രത്തിലാണ് അറിയാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് അന്ന് സിപിഎം ജില്ലാ സെക്രട്ടറിമാരായിരുന്ന AC മൊയ്തീനും എം വർഗീസും കെ രാധാകൃഷ്ണനുമാണ്. അവരിലേക്കാണ് പിന്നീട് മൊഴിയെടുക്കലുണ്ടായത്. അതിൽ മറ്റ് 2 പേരുടെയും എല്ലാം തന്നെ മൊഴിയെടുക്കലും ഏരിയ സെക്രട്ടറിമാരുടേതെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് കെ രാധാകൃഷ്ണനാണ്. ഇതുകൂടി പൂർത്തിയാകുമ്പോൾ മാത്രമാണ് ഈ അന്തിമ കുറ്റപത്രത്തിലേക്ക് അടക്കം നീങ്ങുക. ഏതായാലും ആ രീതിയിൽ ഇവരുടെ ഇത്തരം ഉയർന്നിരുന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിൽ, അന്വേഷണത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികൾ ഏതെങ്കിലും ഉണ്ടോ എന്നത് കൂടി ഈ കുറ്റപത്രത്തിലാണ് അറിയാനായിട്ട് സാധിക്കുക. ഇന്ന് രാവിലെ 10:30യോടുകൂടി അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഒരു ദിവസം കൊണ്ട് ഒരുപക്ഷെ അത് അവസാനിച്ചേക്കില്ല. വീണ്ടും വിളിക്കാനുള്ളൊരു സാധ്യതകളുണ്ട്. മറ്റ് ജില്ലാ സെക്രട്ടറിമാരെയും കൂടുതൽ സമയം ചോദ്യം ചെയ്തത് തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു നീക്കം തന്നെയാണ് ഇഡിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് രാവിലെ അദ്ദേഹം ഹാജരാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.